ഇന്ന് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ്. നഷ്ടപ്പെട്ടതുപോലെയാണ്. എന്നിരുന്നാലും 12 മണി വരെ സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നാലോ എന്നുള്ളത്. 16 ദിവസമായി സമരത്തിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇന്ന് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. കാരണം തരണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ തരായിരുന്നല്ലോ. ഈ ലാസ്റ്റ് നിമിഷം കൊണ്ട് തരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി മറിച്ചൊരു തീരുമാനം എടുക്കുന്ന എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികം, അത്രേ ഉള്ളൂ. ആ എന്താ അർഹത കുറവ് ഞങ്ങൾക്ക്? ഇത്രയും എക്സാമും എല്ലാം കഴിഞ്ഞിട്ടല്ലേ വന്നത്. അപ്പൊ പറഞ്ഞത് തന്നെ തെറ്റാണത്. ഞങ്ങൾക്ക് അങ്ങനെ അർഹത കുറവോ എന്താ കാര്യം നേരെ പറയണമല്ലോ. സമരം ചെയ്തതും എക്സാം എഴുതിയതും ഫിസിക്കൽ പാസ്സായതും എല്ലാം വെറുതെ ഇല്ലേ? ഇപ്പോൾ ഇന്ന് ഈ ഒരു ദിവസം കൂടിയേ ഉള്ളൂ. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ഈ 3 വർഷത്തെ കഷ്ടപ്പാടും പോയില്ലേ? ഞങ്ങളുടെ കഠിനാധ്വാനങ്ങളും പ്രയത്നങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഇന്നത്തോടുകൂടി കഴിഞ്ഞു. കാരണം അർഹതയില്ലാത്തവർ എന്നൊരു പോസ്റ്റ് ഞങ്ങൾക്ക് ഗവൺമെന്റ് തന്നു കഴിഞ്ഞു. അതിൽ പരം പിന്നെ ഇന്നിപ്പോ PK ശ്രീമതി ടീച്ചർ പറഞ്ഞ പോലെ ഞങ്ങള് എന്താ പറയാ ദുർവാശി കാണിക്കുന്നവരുടെ ഗണത്തിലും അവർ ഞങ്ങളെ പെടുത്തി. ഞങ്ങൾ പരീക്ഷ എഴുതിയത് ദുർവാശിയാണെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു. ഫിസിക്കലി ചെയ്തത് ദുർവാശിയാണെങ്കിൽ അതും ഞങ്ങൾ സമ്മതിച്ചു. 11 മാസം സർക്കാരിനെ വിശ്വസിച്ചിട്ട് ഇപ്പൊ സമരത്തിന് ഇറങ്ങി കിട്ടിയില്ല എന്ന് പറയുന്നു. അതിലെന്ത് ദുർവാശിയ മേഡം കാണുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം ഞങ്ങളൊക്കെ 11.5 മാസവും ഞങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ള എല്ലാ അധികാരികളുടെ വാക്കുകളിലും ഞങ്ങൾ വീണുപോയി. കാരണം അധികാരത്തിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാര് മക്കളെ വേക്കൻസി വരും എന്ന് പറയുമ്പോ 570 RT വേക്കൻസിയിൽ ഒരു 300 കിട്ടുന്ന ഞങ്ങൾക്ക് ആഗ്രഹിച്ചൂടെ? അല്ലെങ്കിൽ ഞങ്ങൾ അവകാശപ്പെട്ടതല്ലേ? അപ്പൊ അത് വിശ്വസിച്ച് 11.5 മാസം വിശ്വസിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് അർഹതയില്ല, ഞങ്ങൾക്ക് ദുർവാശിയാന്നൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് അതിനൊന്നും മറുപടി പറയാൻ ഞങ്ങൾക്ക് ഇല്ല. സത്യത്തിൽ ഞങ്ങൾ അത്രയും തളർന്നു പോയി ഇപ്പൊ ഓൾറെഡി. ഇനിയിപ്പോ നാളെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ അവിടെ ചെല്ലുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ഞങ്ങൾ ഇവരുടെ കൂടെ ഇരിക്കുമ്പോ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഒരേ വിഷമത്തിൽ ഇരിക്കുമ്പോ ഞങ്ങൾക്കത് ഫീൽ ചെയ്യില്ല. കാരണം എല്ലാരും മുഖത്ത് അതുണ്ട്. പക്ഷെ നാട്ടിലേക്ക് പോകുമ്പോ നമ്മൾ ഈ 3 കൊല്ലം കഷ്ടപ്പെട്ടത് നമ്മുടെ വീട്ടുകാരും നാട്ടുകാരൊക്കെ കണ്ടതാ. അവരോട് ഞങ്ങൾ എന്ത് പറയും? ആ ചോദ്യത്തിന് മുന്നിൽ ഞങ്ങൾ പകച്ചു പോവില്ലേ? ഇനി PSC പഠിക്കുമ്പോൾ അവർ കളിയാക്കില്ലേ? ഇനി എന്തിനാ ഇതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇനിയും പഠിക്കണേ? എനിക്ക് 3 മക്കളാണ്. ഈ 3 മക്കൾ ഇട്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അത് പറയുമ്പോ തന്നെ തൊണ്ടയിടറും, നല്ല സങ്കടം വരും. കാരണം ഇവിടെ ഇരിക്കണില്ല ആർക്കും 3 മക്കളില്ല. ഞാൻ എന്റെ 3 മക്കൾ ഇട്ടിട്ടാണ് ഞാൻ ഇത്ര സ്ട്രഗിൾ എടുത്തത്. ഇത്ര വെയിറ്റ് കുറച്ച് 12 കിലോ വെയിറ്റ് കുറച്ച് ഇവരിപ്പോ കളിയാക്കണ അർഹതയില്ലാത്തവരാണെങ്കിൽ ഈ 8 ഐറ്റത്തിന് 5 മാസം ഞാൻ പാസ്സാവോ? ഒരിക്കലും പാസ്സാവില്ല. അപ്പൊ ഇതൊക്കെ പാസ്സായി ഈ 400 റാങ്കൊക്കെ മേടിച്ചിട്ട് നമുക്ക് അർഹതയില്ല എന്ന് പറയുമ്പോൾ ശരിക്കും ഞങ്ങളുടെ നെഞ്ചത്ത് തറച്ചാണിയാണ്. ശരിക്കും ഞങ്ങളുടെ ഓരോ കണ്ണീരിനും ഈ സർക്കാർ വില കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും വില കൊടുക്കേണ്ടി വരും. കാരണം ഞങ്ങള് 100-200 പേരല്ല, 600 കുടുംബങ്ങളുണ്ട്. ഈ 600 കുടുംബങ്ങൾ എത്ര അംഗങ്ങളുണ്ടാവും? എത്ര നാട്ടുകാരെ അറിയണവരുണ്ടാവും? ഇവരെ മുന്നിലൊക്കെ സർക്കാർ കണക്ക് പറയേണ്ട ഒരു സമയം വരും. അതധികം ദൂരമൊന്നുമല്ല, അത് ഉറപ്പാണ്. അതിൽ കൂടുതൽ ഇനിയൊന്നും ചെയ്യാനില്ല. കാരണം അടുത്ത ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഫിസിക്കലി കഴിഞ്ഞ് നിൽക്കുന്ന ലിസ്റ്റാണ്. അതിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ വരും. അതിപ്പോ 14-ാം തീയതി ലിസ്റ്റ് തീർന്ന CPIക്കാർക്ക് എന്തുണ്ടായത്? കഴിഞ്ഞു, അതവിടെ എല്ലാരും മറന്നു. അതുപോലെ ഇതും ഒരു മറക്കുന്നൊരു കാഴ്ചയിട്ട് പിന്നെയും തുടരും. ഇതിങ്ങനെ കാലാകാലം തുടർന്നുകൊണ്ടിരിക്കും. ഇതിപ്പോ നിയമന കാലാവധി നീട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ CM-ന്റെ ഒരു വിരൽത്തുമ്പില് ഒരു ഉപ്പ് മതി ഞങ്ങൾക്ക് ഇപ്പോഴും വേക്കൻസി വരാൻ. അതിനധികം സമയമൊന്നും വേണ്ട. കാരണം ആഭ്യന്തര വകുപ്പ് CM-ന്റെ കീഴിലാ. CM വിചാരിച്ച് എത്ര സ്ട്രെങ്ത് ഫയൽ വേണമെങ്കിലും പാസ്സാക്കാൻ പറ്റും. ഇപ്പോ 3 കൊല്ലമായിട്ട് ഒരു പോക്സോ ഫയൽ ഇരുന്നിട്ട് പാസ്സാവാണ്ട് ഞങ്ങൾ സമരത്തിന് ഇറങ്ങി 2-ാം തീയതി 9-ന് അത് പാസ്സായെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ 570 RT വേക്കൻസിന്ന് ഞങ്ങൾക്കൊരു 300 തന്നൂടാ? അധിക സമയം വേണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോ ഞങ്ങൾക്ക് കാലാവധി നീട്ടി കിട്ടിയിട്ടും ഞങ്ങൾ ചിലപ്പോൾ ഇതുപോലെ നീട്ടി കൊണ്ടുപോയിട്ട് വേക്കൻസി തന്നില്ലെങ്കിൽ അതൊരു അർത്ഥമൊന്നുമില്ല സത്യം പറഞ്ഞാല്.